ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയും രേവതിയും തമ്മിൽ നല്ല പ്രശ്നങ്ങളിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ചന്ദ്രയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിമയെ വെച്ചിട്ട് ചന്ദ്രമതി ഒരു കളിയൊക്കെ കളിക്കുന്നുണ്ട്. ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് പോയി ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ പിൻ കമൻ്റ് ആയിട്ട് കൂടി കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ രേവതിയും വർഷയും കൂടിയിട്ട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങളിലേക്ക് സച്ചിയും ശ്രീകാന്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ തമ്മിലും ഭയങ്കര പ്രശ്നമൊക്കെ ആവുമ്പോൾ അത് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അത് അവരാണെങ്കിൽ റൂമിൽ കിടന്നിട്ട് ഒരു ആക്ടിങ് ആണെന്നുള്ളതൊന്നും ചന്ദ്രമതി മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷമായിട്ട് വർഷയും ശ്രീകാന്തും കൂടി ഇങ്ങനെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് വർഷ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ, നിങ്ങളുടെ അമ്മ ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും? അതെന്തായാലും അതിനകത്ത് ഒരു സംശയമില്ല. കുറച്ചു മുമ്പ് കൂടി അമ്മേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതേ ഉള്ളൂ, ആ സച്ചിയും രേവതിയുടെയും കൂടെ നിങ്ങളോട് കൂട്ടുകൂടല്ലെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. രണ്ടിൻ്റെയും തനി നിറം ഇപ്പം മനസ്സിലായില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. ആ പൂ കെട്ടുന്നവനും ആ കൊടിയനും കൂടിയിട്ട് ഈ വീട് നശിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നാ വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്തെ നിന്റെ അമ്മ ഇങ്ങനെ ആയിപ്പോയത്? ഒരുമാതിരി സീരിയലിനകത്തൊക്കെ വരുന്ന വില്ലൻ കഥാപാത്രങ്ങളെ പോലെയൊക്കെ. എന്തായാലും ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട്. നീ സച്ചിയേട്ടനും രേവതി ചേച്ചിയും കൂടി തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ അടുത്ത് നേരിട്ട് പോയി പറഞ്ഞേനെ. അവരുടെ സൂക്കേട് ഞാനങ്ങ് മാറ്റി കൊടുത്തേനെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്നുണ്ട്. എന്നാ ശ്രീകാന്ത് പറയുന്നുണ്ട്, ശരി, എന്തായാലും വർഷേ നീ നേരിട്ട് പോയി ചോദിക്കാൻ നന്നായി. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകെ ഉണ്ടായിരുന്നുള്ളൂ. നീ പോയി അമ്മയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അതിൻ്റെ എല്ലാം ദേഷ്യം അമ്മ രേവതി ചേച്ചിയോടായിരിക്കും തീർക്കുക. പിന്നെ ആ പാവത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വർഷ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ അമ്മ കാണിക്കുന്നത് കുറെ ഓവറാണ്. എന്തൊരു കഷ്ടമാണ്. ഒരു കുടുംബത്തിലുള്ള രണ്ട് ജ്യേഷ്ഠനനിയന്മാരുടെ ഭാര്യമാര് തമ്മിൽ സ്നേഹിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ പണത്തിന്റെ മാത്രം മൂല്യത്തിലാണ് അവര് ബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കുന്നത്. ഇതൊക്കെ കുറച്ച് ഓവറാണെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും വർഷേ, അമ്മയ്ക്ക് രേവതി ചേച്ചീനെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ കുറെ നാളത്തേക്കിന് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയുന്നുണ്ട്. നീയും രേവതി ചേച്ചിയും തമ്മി പിണങ്ങിയിരിക്കുക എന്ന് കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഒരുപാട് സമാധാനമായിട്ടുണ്ട്. അമ്മയുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോ കുറെ നാളത്തേന് രേവതി ചേച്ചിക്കും സമാധാനമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തെ, കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്നാ ഏറെ നാളത്തേക്കിനൊന്നും എനിക്കിങ്ങനെ കള്ളത്തരങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വർഷ വീണ്ടും പറയുന്നുണ്ട്, ശ്രീകാന്തെ, എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ല. കാര്യങ്ങൾ ഫേസ് ടു ഫേസ് തുറന്നു പറയണം. നിന്റെ അമ്മയെ ഈ കാട്ടിക്കൂട്ടിയതിനൊക്കെ എനിക്ക് അവരെ പിടിച്ച് 2 പൊട്ടിക്കാനാ തോന്നിയെന്ന് പറയാനേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ ആദ്യം കൊടുക്കേണ്ടത് നിന്റെ അമ്മയ്ക്ക് കൂടിയിട്ടാ. ഈ അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് നിന്റെ അമ്മയാണല്ലോ പോയി തുള്ളിച്ചാടി രേവതി ചേച്ചിയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ അവർക്കും കൊടുക്കേണ്ടി വരണം. ശരിയാ, അമ്മയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കണം. നീ ശ്രീകാന്തെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വർഷ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് മഹിമേനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിൽ മഹിമേനെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, അമ്മേ, നമ്മുടെ ഒരു ഫാമിലി ഡോക്ടറില്ലേ, ഒരു സൈക്കോളജിസ്റ്റ്? ഉണ്ട് വർഷേ, ഡോക്ടർ അർജുൻ. എങ്കിൽ പിന്നെ അമ്മ പെട്ടെന്ന് തന്നെ ആ ഡോക്ടറിന് ഒരു അപ്പോയിൻമെന്റ് എടുക്കണമെന്ന് പറയാനേ. പക്ഷേ നിനക്കെന്താ പറ്റിയേ? അതെ, എനിക്ക് തലയ്ക്ക് തീരെ സുഖമില്ലെന്ന് പറയാനേ. നീ എന്താടി എന്നെ കളിയാക്കുവാണോ? അതെ അമ്മയ്ക്ക് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. നീ എന്താ എന്നെ ഭ്രാന്തിയാക്കുവാണോന്ന് മഹിമ ചോദിക്കുമ്പോൾ, അല്ലാണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നവരെ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്ത് ചെയ്തോന്നാ നീ പറയുന്നേന്നിങ്ങനെ മഹിമ ചോദിക്കുന്ന സമയത്ത്, അമ്മ രേവതി ചേച്ചിനെ കണ്ടിരുന്നു. അതാണോ സംഭവം? അവള് അപ്പോഴേക്കും അതെല്ലാം വന്ന് നിന്റെ അടുത്ത് കൊളുത്തി തന്നോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ വയ്ക്കുന്നുണ്ട്, അല്ല
അമ്മ രേവതി ചേച്ചിനെ കണ്ടിരുന്നോ ഇല്ലയോ? ആ, കണ്ടിരുന്നു. അതെ നിന്റെ അമ്മായിയമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഒച്ചയിട്ട് തുള്ളിച്ചാടിയതിന് പകരം പിന്നീട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം അവള് കാരണമാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് 2 എണ്ണം അവളോട് പറയാൻ തന്നെയാ പോയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വർഷിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഒരല്പമെങ്കിലും ബുദ്ധിയുണ്ടോ? എന്നാ മഹിമ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അവളെ കാരണമാണ് നീ ആ വീട്ടില് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നിനക്ക് ചീത്തപ്പേരുണ്ടാവുന്നത് പോലും അവളുമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്നാണ് ചന്ദ്രമതി പറയുന്നത്. എന്തായാലും വർഷേ, നീ ഒരു കാര്യം ഓർത്തോ, ആ പൂ കെട്ടുന്നവളുമായിട്ട് വലിയ കൂട്ടിനൊന്നും പോണ്ട. നമ്മുടെ സ്റ്റാറ്റസിന് അവൾ അനുയോജ്യമല്ലെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോ തന്നെ വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മ ആദ്യം തന്നെ ഈ രീതിയിലുള്ള സംസാരങ്ങൾ നിർത്തിക്കോണം. പിന്നെ ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയണേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, വർഷേ ഞാൻ നിന്റെ അമ്മയാണ് എന്നും പറഞ്ഞ്. എന്നാ വർഷ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇപ്പോ വർഷ മധുസൂദനനല്ല, എന്നാൽ ഞാൻ വർഷ ശ്രീകാന്താണ്. ഇതാണ് എൻ്റെ വീടും എൻ്റെ ലൈഫും. അതിനകത്ത് കയറി അമ്മ ഇടപെടാൻ വരരുത്. എങ്കിൽ പിന്നെ ഈ വർഷയുടെ മറ്റൊരു മുഖം കൂടി അമ്മ കാണും. പിന്നെ അമ്മ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ മഹിമ പറയുന്നുണ്ട്, വർഷ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയെന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ശരി അമ്മേ, ഫോൺ കട്ട് ചെയ്തോന്നും പറഞ്ഞിട്ട് വർഷ അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ പറയുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇവരൊക്കെ ആരാ എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ കയറി ഇങ്ങനെ ഇടപെടാനായിട്ട്? ഇവരൊക്കെ എൻ്റെ നന്മയ്ക്കാണെന്നും പറഞ്ഞിട്ട് ചെയ്തു കൂട്ടുന്നൊക്കെ കണ്ടില്ലേ? ഇവർക്കൊന്നും നാണോ ഇല്ലേന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എൻ്റെ അമ്മയായി പോയി. ഇല്ലിരുന്നെങ്കിലേ കാണാമായിരുന്നോ? നേരിട്ടായിരുന്നെങ്കിൽ ഞാൻ 2 കൂടി കൂടുതൽ പറഞ്ഞേനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് ശ്രീകാന്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണേ. അപ്പോഴേക്ക് വർഷിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത്, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നീ നിന്റെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, അമ്മേനെ വഴക്ക് പറഞ്ഞു. അതിനകത്ത് ഞാൻ എന്താ അഭിപ്രായം പറയാനാണെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, ശ്രീകാന്ത് കൊള്ളാമല്ലോ. ഞാൻ ഇത്രയും നേരം അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും ശ്രീകാന്തും കൂടിയിട്ട് അമ്മേനെ 2 ചീത്ത പറയുമെന്ന് ഞാൻ കരുതിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തിനാ വർഷേ ഞാൻ എന്തിനാ നിന്റെ അമ്മേനെ പറയുന്നത്? നീ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് നീ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി കഴിയുമ്പോൾ നീ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അമ്മ നീ അന്ന് ചീത്ത വിളിച്ചില്ലേന്നും ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ? ഞാൻ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വർഷ അങ്ങ് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ശ്രീകാന്തെ, നീ കറക്റ്റ് ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നുണ്ട്. നിനക്ക് എന്തായാലും ജീവിച്ചു പോകാൻ പറ്റുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് അങ്ങ് ചിരിക്കുകയാണ്. ഈ സമയം ഹോസ്പിറ്റലിലാണ് വിമലാമ്മ ഉള്ളത് കേട്ടോ. അങ്ങനെ വിമലാമ്മയുടെ കൂടെ ആദ്യം അവരുടെ വീടിൻ്റെ അടുത്തുള്ള 2 ചേച്ചിമാരും കൂടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നേഴ്സുമാർ വന്നിട്ട് വിമലാമ്മയെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചേച്ചിമാരോട്. അപ്പോഴേക്ക് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചെന്നേ? അല്ല, പുറത്ത് നിന്ന് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തല കറങ്ങി വീണതാണ്. ഇവർക്ക് ബന്ധുക്കളായിട്ട് മറ്റാരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ദേ ഈ കുട്ടി തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ ഒരു നമ്പറിൽ വിളിച്ചിരുന്നു. ഇവർക്കൊരു മകളുണ്ട്, കല്യാണി എന്നാണ് പേര്. അവരെ അറിയിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണെന്ന് പറയുകയാണേ. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്, ഇവിടെ വിമല എന്ന് പറഞ്ഞ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോന്നേ. ആ, നിങ്ങളാണോ കല്യാണി? അതേന്ന് പറയുമ്പോൾ അവർ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ കാണുമ്പോഴേക്കും ആദ്യമാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞിട്ട് ഓടി അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ചേച്ചിമാരോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പറ്റിയെന്നേ. അങ്ങനെ അവര് മുറ്റത്ത് നിന്ന് എന്തോ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തലകറങ്ങി വീണതാണ്, ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു എന്ന് ആ മറ്റൊരു ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും പ്രായമായ ഒരു അമ്മയെയും ഒരു കൊച്ചു പയ്യനെയും തനിച്ചാക്കി ഇട്ടിട്ട് പോയാൽ ഇതുപോലെ ഒരു വയ്യാഴികയൊക്കെ വന്നാൽ ഇവരെന്താ ചെയ്യുക? നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവരെ താമസിപ്പിക്കുകയോ മറ്റെന്തെങ്കിലും ജോലി നോക്കുകയോ ഒക്കെ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണേ. എന്നാൽ മറ്റൊരു ചേച്ചി പറയുന്നുണ്ട്, അവളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, എന്തായാലും അവൾ പോയി അമ്മയെ നിന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ വിമലാമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വിമലാമ്മ ഇങ്ങനെ കണ്ണു പതുക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എന്താ പറ്റിയെന്നും ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ കരയുമ്പോഴേക്കും ആ ചേച്ചിമാർ വന്നിട്ട്, കല്യാണി കരയൊന്നും വേണ്ട,
വിമല അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോയിട്ട് വരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ വിമലാമ്മയാണെങ്കിൽ ഓക്സിജൻ മാസ്ക് എല്ലാം എടുത്തിട്ട് ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നുമില്ല കല്യാണി, എനിക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങിയതാണ്. ശ്രുതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ എന്നൊക്കെ. ഉണ്ടടി, എന്താ പറ്റിയെന്നറിയില്ല, ഇന്നലെ തൊട്ട് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു, ഇന്ന് പെട്ടെന്ന് തലകറക്കി വീണതാന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു, അമ്മമ്മയ്ക്ക് എന്താ പറ്റിയത്, അമ്മ ഇനി ഞങ്ങളെ വിട്ടിട്ട് എങ്ങും പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദ്യം പറയാണ്. അപ്പോഴേക്ക് ആദ്യനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട്, മോൻ കരയണ്ട, മോൻ വിഷമിക്കണ്ട, അമ്മ വന്നില്ലേടാ, ഇനി അമ്മ എങ്ങും പോയില്ല, അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഡോക്ടർ വരുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തുണ്ട് ഡോക്ടർ, എന്താ പറ്റിയെന്നൊക്കെ. ഇത് നിങ്ങളുടെ അമ്മയാണോന്ന് ചോദിക്കുമ്പോൾ അതെ ഇതെൻ്റെ അമ്മയാണെന്ന് ശ്രുതി പറയാം കേട്ടോ. അപ്പോഴേക്ക് പറയുന്നുണ്ട്, കുറേ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റിസൾട്ട് വരണം, പിന്നെ ECGക്കകത്ത് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, ഒരു മൈൽഡ് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താ പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇനി റിപ്പോർട്ട്സ് ഒക്കെ വരാനുണ്ടല്ലോ, അതിനുശേഷം ഞാൻ എല്ലാം വ്യക്തമായിട്ട് പറയാം. എന്തായാലും ഇവർക്ക് എന്തോ ഒരു പ്രശ്നം മനസ്സിൽ കിടന്നിട്ട് ഭയങ്കര സ്ട്രെസ് ആവുന്നുണ്ട്, ഇവരുടെ ബോഡിയും ഫുള്ള് വീക്കാണ്, അതുകൊണ്ട് എന്തായാലും ഇവരെ തനിയെ ഇനി നിർത്താൻ പാടില്ല, നിങ്ങൾക്ക് ഇവരുടെ കൂടെ നിന്ന് നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഡോക്ടർ, ഞാൻ പുറത്ത് സിറ്റിയിൽ പോയാണ് ജോലി ചെയ്യുന്നത്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവരെ കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ചുകൂടെ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ ഇവരെ നോക്കാനായിട്ട് ഏർപ്പാട് ചെയ്യണം, എന്തായാലും ഇവരെ തനിയെ ഇനി നിർത്തുന്നത് സേഫ് അല്ല. പിന്നെ ബാക്കി റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം, എന്തായാലും ഒബ്സർവേഷനിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് നേരത്തെ ഇതുപോലെ തലകറക്കം ഉണ്ടായിട്ടുണ്ടോന്നേ. ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കല്യാണി, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യും, എന്നിട്ട് എന്താ അമ്മ എന്നോട് പറയാതിരുന്നത്, എന്തൊക്കെ കാര്യത്തിനാ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഓർത്തിട്ടാണെന്നേ. അമ്മേ ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ അമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരയാട്ടോ. എന്നിട്ട് ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയ്ക്ക് എന്തോ കാര്യത്തിൽ ടെൻഷനൊക്കെ ആണെന്ന്, അമ്മ ഇത്ര സ്ട്രെസ് ആവാനും ടെൻഷൻ അടിക്കാനും ഇപ്പൊ എന്താ ഇത്ര വലിയ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കല്യാണി, ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ വേണോ എനിക്ക് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട്? നിനക്കിപ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ സന്തോഷത്തിലുള്ള ഒരു ജീവിതം കിട്ടി, അത് നിലനിൽക്കുവോ അതെന്നാണ് തകരുന്നെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ, പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യയുടെ അവസ്ഥ എന്താവും എന്നൊക്കെ ഓർത്തിട്ടോ ഒരു സമാധാനവും ഇല്ല കല്യാണി എന്നിങ്ങനെ വിമലാമ്മ പറയുന്നുണ്ട്. അമ്മ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, ഞാനെന്നുള്ള ഒരുത്തി ജീവനോടെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ എന്തായാലും നിങ്ങളെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ട് കളയുമോ എന്ന് ചോദിക്കുകയാണേ. എന്നിട്ട് വിമലാമ്മ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് കല്യാണിനെ, അമ്മ എന്തായാലും എടുക്കുന്നതെല്ലാം തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണെന്ന് പറയുമ്പോഴേക്കും വിമലാമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് കേട്ടോ. വിഷമിക്കണ്ടമ്മേ, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ, അമ്മ ടെൻഷൻ അടിക്കാതെ കിടക്കുന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകൂ, സിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാളെ അമ്മയെ നോക്കാനായിട്ട് ഏൽപ്പിക്കുകയും വേണമെന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണേ. പിന്നീടായിട്ട് കാണിക്കുന്ന നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരോട്ടം പൊക്കോണ്ടിരിക്കുകയാണ്. ആ വണ്ടിയിലുള്ള ആൾക്ക് സച്ചി ഭയങ്കര ഫാസ്റ്റായിട്ട് പോകണമെന്ന് നിർബന്ധം പിടിക്കുക കേട്ടോ. ഈ സമയം സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്തിനാ ഇത്ര തിരക്ക് പിടിക്കുന്നത്, ഒരു 30 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തുമെന്ന് പറയാണേ. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, അല്ല എനിക്ക് കുറച്ചുകൂടി കറക്റ്റ് സമയത്ത് അവിടെ എത്തേണ്ടതുണ്ട്, ഞാനൊരു പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്, ശുഭസമയം കഴിയുന്നതിന് മുമ്പ് അവിടെ എത്തണമല്ലോ, അതുകൊണ്ടാണെന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാറ് പെണ്ണ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് തനിയാണോ പോകുന്നത്? അല്ല, അച്ഛനും അമ്മയും മുമ്പിലുള്ള ഒരു കാറിൽ പോയിട്ടുണ്ടെന്നേ. ഇല്ല സാർ ടെൻഷൻ അടിക്കണ്ട, കറക്റ്റ് സമയത്ത് തന്നെ സാറിനെ ഞാൻ എവിടെ എത്തിച്ചോളാം, പിന്നെ നല്ല സമയം മാറുന്നതിന് മുമ്പ് എത്തും, കറക്റ്റ് സമയത്ത് എത്തുന്നത് കൊണ്ട് തന്നെ സാറിന് അവര് പെണ്ണും തരുമെന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്.
അങ്ങനെ അയാളാണെങ്കിൽ അയാളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എനിക്ക് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് തന്നെ ഒരു ടെൻഷനാണ്, വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണെന്നൊക്കെ. അങ്ങനെ സച്ചി അയാളുടെ ജോലി ചോദിക്കുമ്പോൾ IT പ്രൊഫഷനിലാണെന്ന് പറയുകയാണേ. അപ്പോൾ പിന്നെന്താ സാർ, നല്ല സാലറി ഉണ്ട്, നിങ്ങൾക്ക് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. അങ്ങനെ സച്ചിയോടും സാറ് വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, 1 ഇയറായി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് സച്ചിയും പറയുന്നുണ്ട്. ഈ സമയം അയാൾ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ലൈഫ് എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് നടക്കാനായിരുന്നു ആഗ്രഹം. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റിന് പോകുന്നത്. ഇപ്പോൾ 30+ ആയിട്ടുണ്ട് ഏജ്. ഇനിയിപ്പോൾ വിവാഹം നടന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പിന്നീട് വിവാഹം നടക്കില്ല, പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നതെന്ന് പറയണേ. ഈ സമയം സച്ചിൻ പറയുന്നുണ്ട്, സാർ ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനും അച്ഛമ്മയും ഈ കാറും മാത്രം മതി, ലൈഫ് ജോളിയായിട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ TV ന്യൂസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ പെട്ടെന്നൊരു സുനാമി വരില്ലേ, അതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ വിവാഹം നടന്നത്. കല്യാണം കാണാൻ പോയ ആളെ ഞാൻ പിന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്ന് പറയണേ. അപ്പോഴേക്കും ആലോചിക്കുന്നുണ്ട്, സാർ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാതെയാണ് വിവാഹം കഴിച്ചത്? ആദ്യമൊക്കെ ആയിരുന്നു, ഇപ്പോൾ പിന്നെ പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തുടങ്ങിയെന്നേ. എന്നിട്ട് അപ്പോൾ സാറ് നിങ്ങൾ പറഞ്ഞു വരുന്നത് വിവാഹത്തിന് ശേഷം നിങ്ങൾ സന്തോഷത്തിലായെന്നാണോ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ കടലിലെ തിരമാലയൊക്കെ ഉണ്ടല്ലോ, അത് ശക്തിയായിട്ട് ആഞ്ഞടിക്കിച്ചു വരില്ലേ, ആ സമയത്ത് നീന്താൻ അറിയാവുന്ന ആള് നീന്തി രക്ഷപ്പെടും, അല്ലാത്തയാള് മുങ്ങിപ്പോവില്ലേ എന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സാർ നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ഏയ് പേടിപ്പിച്ചതൊന്നുമല്ല. സാർ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇതെല്ലാം ലൈഫിലൊരു എക്സ്പീരിയൻസ് അല്ലേ, അത് അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാലേ അതിൻ്റെ രുചിയും ഗുണവും എരിവും പുളിയും ഒക്കെ കിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണേ. ഇതേക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സാർ ഞാനിപ്പോൾ വിവാഹം കഴിക്കണമെന്നാണോ കഴിക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നേനെ? അതല്ല, പിന്നെ നമ്മൾ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയെ അപേക്ഷിച്ചിരിക്കും. അത് ചിലര് മഹാലക്ഷ്മി ആയിരിക്കും, ചിലര് യക്ഷിയായിരിക്കും എന്ന് പറയണേ. അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങളുടെ ഭാര്യ മഹാലക്ഷ്മിയാണോ അതോ യക്ഷിയാണോന്ന്? അതെ, എൻ്റെ ഭാര്യ രണ്ടും കൂടി ചേർന്നതാണ്. ചില സമയത്ത് മഹാലക്ഷ്മിയും ചില സമയത്തെ അവള് യക്ഷിയാകാറുണ്ടെന്ന് പറയണേ. എന്താ സാർ പറയുന്ന എന്നെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആക്കുവാണല്ലോ എന്ന് അയാൾ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അത് തന്നെ, നമുക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് ലൈഫിൽ ഫുൾ സപ്പോർട്ടായിട്ട് അവരുണ്ടാവും, ചില സമയത്ത് പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഓർത്തിട്ടായിരിക്കും നിൽക്കുക. പെട്ടെന്ന് ചിലപ്പോൾ ബെറ്റ് വെച്ചിട്ട് വരും, അതിൻ്റെ പേരിലായിരിക്കും. അല്ലെങ്കിൽ ദോശയ്ക്കകത്ത് ഉപ്പുമാവ് വെച്ച് തന്നിട്ട് അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നങ്ങൾ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർ ശബ്ദങ്ങളൊക്കെ എടുക്കും, അതൊക്കെ നമ്മൾ ഇങ്ങനെ നിറവേറ്റാനായിട്ട് ഇങ്ങനെ നടക്കണമെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സാർ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിപ്പോൾ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ വരുമ്പോഴേക്കും നമ്മുടെ രേവതി വരുന്നുണ്ട് കേട്ടോ. രേവതിയുടെ വണ്ടി വന്നിട്ട് സച്ചിയുടെ വണ്ടിയിലേക്കൊന്ന് തട്ടുന്നുണ്ട്. സച്ചിയാണ് പോയി തട്ടുന്നത്. അത് കാണുമ്പോഴേക്കും സച്ചിയാണെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, രേവതി കിടന്ന് ഭയങ്കര ഒച്ചയാണ് കേട്ടോ. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് കണ്ണും മൂക്കൊന്നും ഇല്ലേ, നിങ്ങൾ എവിടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒച്ച ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പുറകിലിരിക്കുന്ന ആൾ പറയുന്നുണ്ട്, അതെ സാർ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ആർക്കിട്ടോ തട്ടിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണേ. സാറ് ടെൻഷൻ അടിക്കണ്ട, ഒരു 5 മിനിറ്റ് സാർ, ഞാൻ ആ പ്രശ്നം ഇപ്പോൾ സോൾവ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് സച്ചി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം ആ ഗസ്റ്റും കൂടെ തന്നെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സച്ചി രേവതി കിടന്ന് ഭയങ്കര ഒച്ചയാണല്ലോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ നിങ്ങൾ വഴി നോക്കി വണ്ടി ഓടിക്കാതെ വന്നിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നോ? നിങ്ങളാണ് വളവ് തിരിഞ്ഞു വരുമ്പോൾ ഒരു ഓൺ അടിക്കണമെന്ന് അറിയില്ലേ, ഒരു മാനേഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയോടും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ രണ്ടും ഭയങ്കര വഴക്കുണ്ടാക്കുമ്പോൾ, സാർ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ ഇവരുടെ ഭർത്താവ് ശരിയല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് ഒച്ചയിടുന്നതെന്ന്. ഈ സമയം രേവതിയും പറയുന്നുണ്ട്, അതെ ഇവരുടെ ഭാര്യ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല ഇയാളെ, ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണല്ലോ, അതുകൊണ്ടാണ് ഇയാളും ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന്. രേവതി, എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, ദേ നോക്ക്,
എൻ്റെ കാറ് സ്ക്രാച്ച് ആയിട്ടുണ്ട്, എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് വാങ്ങി തന്നതാണ്, മര്യാദയ്ക്ക് ഇതിനുള്ള പൈസ തന്നോളൂ എന്ന് പറയണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അത് ശരി, എൻ്റെ ഭർത്താവ് എനിക്കും കഷ്ടപ്പെട്ട് വാങ്ങി തന്ന വണ്ടിയാണിത്, ഇതിനാര് സമാധാനം പറയുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്, ആഹാ സച്ചിയെ നോക്കിയിട്ട്, ആഹാ നീയായിരുന്നു, നിങ്ങളെ പോലുള്ള അവന്മാരൊക്കെ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ഇടിച്ചു വീഴ്ത്തിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്തായാലും പെട്ടെന്ന് തന്നെ ഫൈൻ അടയ്ക്കെന്നും പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി വരികയാണേ. ഈ സമയം രേവതിയാണെങ്കിൽ നേരെ ട്രാഫിക് പോലീസിന്റെ നേരെ അങ്ങ് തിരിയാണ് കേട്ടോ. അല്ല സാർ, നിങ്ങൾ എന്തിനാ ഇദ്ദേഹത്തിനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഫൈൻ അടപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അല്ല മാഡം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളെ ആക്സിഡന്റ് ആക്കിയില്ലേ എന്ന് ചോദിക്കുകയാണേ. അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് ശരി, പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി മാഡം, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നാണ് ഞാനെന്നൊക്കെ പറയുകയാണേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അല്ല സാർ, ഇവളെൻ്റെ ഭാര്യയാണെന്നേ. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് ട്രാഫിക് പോലീസും ആ വന്ന ഗസ്റ്റും ഉണ്ടല്ലോ അതിൽ ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ. വൈഫോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ആ ട്രാഫിക് പോലീസുകാരൻ പറയുന്നുണ്ട്, അതെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ വെച്ച് തീർത്തോണം, ഇത് നടു റോഡാണെന്ന് പറഞ്ഞിട്ട്, സാർ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോൾ പൊക്കോളാന്നും പറഞ്ഞിട്ട് സച്ചി അയാളെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ശരി, ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തോണ്ട് പോകുന്നും പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ പോയി കഴിയുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്തിനാ ആ പോലീസുകാരനോട് ദേഷ്യപ്പെട്ടത്? അല്ല പിന്നെ നിങ്ങളെക്കുറിച്ച് അയാൾ വായി തോന്നുന്ന പറഞ്ഞാൽ ഞാൻ നോക്കിയിരിക്കണോ? കുറച്ച് കൂടുതലും കൂടി പറയേണ്ടായിരുന്നു എന്ന് രേവതി പറയാണ് കേട്ടോ. എന്തായാലും രേവതി നീ ഇപ്പോൾ പോകാൻ നോക്ക്, നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകുന്നും പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങനെ പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ ഗസ്റ്റ് ഉണ്ടല്ലോ അയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ അപ്പോൾ സാർ ഇപ്പൊ പറഞ്ഞ ആ മഹാലക്ഷ്മിയെ പോലെ ഇരിക്കുന്ന യക്ഷിയാകുമെന്ന്, ചില സമയം യക്ഷിയാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണോ ഇപ്പൊ കണ്ടതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് സച്ചി ഓടി ചെന്നിട്ട്, സാർ നീ കാല് ഓടിക്കാം, മിണ്ടല്ലേ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണേ. എന്നാൽ നമ്മുടെ രേവതി എന്താ പറഞ്ഞത്, താൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല രേവതി, നീ പെട്ടെന്ന് തന്നെ പോവാൻ നോക്കെന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് രേവതിനെ പറഞ്ഞു വിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ രേവതിയെ കുറിച്ചിട്ട് എന്തൊക്കെയോ അയാളോട് പറഞ്ഞിട്ടുണ്ടെന്ന് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. രേവതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ അടി ഉറപ്പാണെന്ന്. അങ്ങനെ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സാർ നിങ്ങൾ എന്നെ ഒറ്റുകൊടുത്തതെന്ന്? അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഓ ശരി സാറ് പെട്ടെന്ന് കയറ്, എന്തായാലും നല്ല നേരം കഴിയുന്നതിന് മുമ്പ് സാറിനെ ഞാൻ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കാം, എന്തായാലും സാറ് കല്യാണം ഒന്ന് കഴിച്ചേ മതിയാവും എന്ന് പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് തന്നെ അയാളെ വണ്ടിയിൽ കയറ്റിയിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണേ. പിന്നീടായിട്ട് കാണിക്കുന്നത് വിമലാമ്മയാണ് കേട്ടോ. ഒരു സിസ്റ്റർ ആണെങ്കിൽ BP ചെക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമാണെങ്കിൽ ആ BP ചെക്ക് ചെയ്യുന്ന സാധനത്തിൽ പോയി ഞെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ബലൂൺ ആണോന്നും ചോദിച്ചിട്ട്. അങ്ങനെ കൊച്ചു കുട്ടികളൊന്നും ഇതിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പറയുമ്പോൾ ആദ്യം അതിലൊന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ മാറി നിൽക്ക്, ഈ ജ്യൂസ് കുടിക്കെന്നും പറഞ്ഞിട്ട് ആദ്യനെ ഇങ്ങനെ ശ്രുതി ജ്യൂസ് കുടിപ്പിക്കുകയാണ്. അങ്ങനെ BP ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും സിസ്റ്ററിനോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സിസ്റ്റർ? ഇപ്പോൾ BP നോർമലായിട്ട്, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോന്ന് ശ്രുതി ചോദിക്കുമ്പോൾ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലം ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞിട്ട് ആ നേഴ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണേ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല സിസ്റ്റർ ഇപ്പോൾ ഇങ്ങനെ വരാനായിട്ടുള്ള എന്താ കാരണം? അത് ചിലപ്പോൾ ഭക്ഷണങ്ങളൊന്നും കറക്റ്റായിട്ട് കഴിക്കാഞ്ഞിട്ടായിരിക്കും. എന്തായാലും ചിലരാണെങ്കിൽ ഈ അമ്മയായതുകൊണ്ടാണ്, ഇത്ര കോൺഷ്യസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബോധം തെളിഞ്ഞത്. ചിലരാണെങ്കിൽ 2-3 ദിവസമൊക്കെ അബോധാവസ്ഥയിലാവാറുണ്ട്. അതെന്തായാലും നല്ലതായി എന്നിങ്ങനെ അവർ പറയുകയാണേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, സിസ്റ്റർ ഞാൻ സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പോൾ തൽക്കാലത്തേക്കിന് അമ്മയെ നോക്കാനായിട്ട് ഒരാളെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല,
പിന്നെ എന്തായാലും രാവിലെയും വൈകിട്ടത്തേക്കിനെങ്കിലും നോക്കാൻ ഒരാളെ കിട്ടുമെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ രാവിലെയും വൈകിട്ടത്തേക്കിനും ആണെങ്കിൽ എന്നാൽ ഞാൻ മതിയോ എന്ന് ചോദിക്കുകയാണേ. ഞാനും ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്കിവരെ അറിയുകയും ചെയ്യാം, വീടിൻ്റെ അടുത്തുമാണല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഒരു സമാധാനമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാമെന്ന് ആ സിസ്റ്ററിനോട് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അതൊക്കെ പിന്നീടായിട്ട് നമുക്ക് സംസാരിക്കാം, എന്തായാലും രാവിലെയും വൈകിട്ടും ഒക്കെ ഞാൻ അമ്മയെ നോക്കിക്കോളാം, ഗുളികയും മരുന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ശ്രുതി വിമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇനിയിപ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഈ സിസ്റ്റർ നോക്കിക്കോളും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ ഇവരോട് പറഞ്ഞാൽ മതിയെന്നേ. എന്തിനാ കല്യാണി ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ? അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ? എപ്പോഴും എനിക്ക് ഓടി വരാൻ കഴിയുമോ? എന്തായാലും ഇവരെ എല്ലാം നന്നായിട്ട് നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് വൈകിയല്ലേ ചെന്നത്, അപ്പോൾ സുധി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ സുധി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങ് പോരുകയും ചെയ്തു. സുധിയോട് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ശ്രുതി ഒന്ന് കോൾ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കോൾ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് തന്നെ ശ്രുതിയും ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരമായിട്ട് എന്താ ശ്രുതി കടയിലേക്ക് വരാത്തതെന്നും പറഞ്ഞിട്ട് കോൾ എടുക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി കോൾ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിയുടെ കോള് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഞാൻ ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് കോൾ എടുക്കുമായിരുന്നു. അപ്പോഴാണ് ശ്രുതി വിളിച്ചത്. എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, രാവിലെ നിന്നെ കണ്ടില്ലല്ലോ ശ്രുതി, നീ എവിടേക്കാണ് പോയത്? ഇത്രയും നേരമായിട്ട് ഷോപ്പിലേക്ക് വരാറായില്ലേന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു അർജന്റ് ക്ലയന്റ് ഉണ്ടായിരുന്നു ശ്രുതി, ഞാൻ ശ്രുതിയെ ഉണർത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടാ വന്നേന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ശ്രുതി നമ്മുടെ ഷോപ്പിൽ ഇന്ന് നന്നായിട്ട് സെയിൽ നടന്നു എന്ന് പറയാനേ. ആണോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, എന്താ ശ്രുതി ഇനി ഹാപ്പി അല്ലേ എന്ന്. ഹാപ്പിയാണ് ശ്രുതി എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും, അല്ല നീ രാവിലെ തന്നെ എവിടെ പോയതാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അതെ, ഞാനൊരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് മീരയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. ഞാൻ മീരയുടെ ഒപ്പമാണ് അവിടേക്ക് പോകുന്നതെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. ഇവരിങ്ങനെ കറക്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ശ്രുതിയെ അന്വേഷിച്ചിട്ട് മീരയാണെങ്കിൽ ശ്രുതിയുടെ ഷോപ്പിലേക്കും എത്തുന്നുണ്ട്. ഈ സമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി ആ മീരയും കൂട്ടിയിട്ട് ഇങ്ങനെ കറങ്ങാൻ നടക്കുന്നത്? ഇപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി ഒരുപാട് ബിസിയാണ്, ഇപ്പോൾ ഷോപ്പിൽ നല്ല തിരക്കുണ്ട്, പിന്നെ അവൾക്ക് ഓഫീസിൽ വേറെ പണിയൊന്നുമില്ലേ? നിന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ നടക്കുന്നത്. നീ ഇങ്ങോട്ട് വാ ശ്രുതി എന്ന് പറയാനേ. ഇപ്പൊ തന്നെ വന്നേക്കാം ശ്രുതി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ, ഉടനെ തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇവക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മീരയെ കുറ്റം പറഞ്ഞിട്ട് തിരിഞ്ഞ് ശ്രുതി ഇങ്ങനെ തിരിയുന്ന സമയത്താണ് കറക്റ്റായിട്ട് മീര ഓഫീസിലെത്തി ആ ഷോപ്പിലെത്തിയിട്ട് സ്റ്റാഫിനോട് ശ്രുതി ഇല്ലേന്ന് അന്വേഷിക്കുന്നത്. ശ്രുതി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ മീരയുടെ കൂടെ തന്നെയാണോ ഉള്ളത്? ശ്രുതി ഞാൻ മീരയുടെ കൂടെ തന്നെയാണ്, ഈവനിങ്ങിലൊക്കെ എത്തിക്കോളാന്നും പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ മീരേനെ കണ്ടുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതും. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ മീരേനെ കോൾ ചെയ്യുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഷോറൂമിലും ആണ് ഉള്ളത്. അങ്ങനെ കോൾ എടുക്കുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഞാനിപ്പോൾ നാട്ടിൽ അമ്മയുടെ അടുത്താണുള്ളത്, ഞാൻ നിന്റെ കൂടെയാണെന്നാണ് ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത്. ശ്രുതി വിളിച്ചാലും നീ അങ്ങനെ തന്നെ പറയണേന്ന് പറയണേ. അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ മീര ഫോൺ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എടീ ഞാൻ നിങ്ങളുടെ ഷോപ്പിലാണ് ഉള്ളതെന്ന്. ദേ ശ്രുതി ഇപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിന്നോടാരാ ഇപ്പൊ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞത്? ഞാനാണെങ്കിൽ ഇപ്പോൾ ശ്രുതിയോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ മീരയുടെ കൂടെയാണെന്ന്. ഇനിയിപ്പോൾ എന്താ പറയാന്ന് അറിയില്ലല്ലോ. നീ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക, അല്ലെങ്കിൽ ശ്രുതി ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയാനേ. അങ്ങനെ മീര അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമ്പോഴേക്കും ശ്രുതി പോയിട്ട് മീരയുടെ ഫ്രണ്ടിലേക്ക് അങ്ങ് നിൽക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടേക്ക് പെട്ടെന്ന് ധൃതി വെച്ച? അല്ല എനിക്ക് ഓഫീസിൽ തിരക്കുണ്ടെന്ന് പറയാനേ. ശ്രുതി എവിടെ? അത് അവൾ എന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അവൾ എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും വേറൊരു ജോലിന്ന് ഇങ്ങനെ പറഞ്ഞ് മീര തുടങ്ങുമ്പോഴേക്കും, അല്ല 10 സെക്കൻഡിനുള്ളിൽ അവൾ നിൻ്റെ അടുത്ത് ഒന്നങ്ങ് അപ്രത്യക്ഷമായോ? അവളിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ അവൾ നിൻ്റെ കൂടെയാണെന്ന്.
സത്യം പറ, ശ്രുതി എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മീര ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ, എന്താ ശ്രുതി, എന്താ ഇങ്ങനെ പറയുന്നത്? അതെ, അവളിപ്പോൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ മീരയുടെ കൂടെയാണെന്ന്. ഓ, അതാണോ? അതെ, ഞാനല്ല, അവക്ക് വേറൊരു മീരയുണ്ട് അവിടെ ക്ലയൻ്റ് ആയിട്ടുള്ളത്. ആ മീരയുടെ കൂടെ ആയിരിക്കും. എനിക്ക് അർജൻറ്റായിട്ട് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് മീര അവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. പുറത്താണെങ്കിൽ ഒരു മനുഷ്യൻ വന്നിട്ട് കൊച്ചമ്മേ കൊച്ചമ്മേന്ന് ഇങ്ങനെ വിളിക്കുകയാണേ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ഇറങ്ങി വരുന്നുണ്ട്. എന്താടോ താൻ ആരെയാണ് വിളിക്കുന്നതെന്ന്? അല്ല, ഈ വീട്ടിലെ കൊച്ചമ്മ എവിടെയെന്ന് ചോദിക്കുകയാണേ. അതെ, ഈ വീട്ടിലെ കൊച്ചമ്മയും മുതലാളി അമ്മയും ഞാൻ തന്നെയാണെന്ന് പറയണേ. അയ്യോ അതല്ല, ഈ വീട്ടിൽ വേറൊരു മുതലാളി അമ്മയുണ്ടല്ലോ, അവരെന്തിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, ഞാനാണ് ഈ വീട്ടിലെ മുതലാളിയമ്മ. ഇതെൻ്റെ വീടാണ്. ഇവിടെ വേറെ ഒരു മുതലാളിയമ്മയില്ല. നിങ്ങൾക്ക് വീട് മാറി വന്നതായിരിക്കും എന്ന് പറയുകയാണേ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അയ്യോ അല്ല അല്ല മാഡം, ഇത് ഞാൻ ഉദ്ദേശിച്ച വീട് തന്നെയാണ്. ഇവിടുത്തെ മുതലാളിയമ്മ വേറൊരു മുതലാളിയമ്മയില്ലേ, ഈ പൂവൊക്കെ വെക്കുന്ന ഒരു പൂക്കടയുടെ ഓണർ എന്ന് ചോദിക്കുകയാണേ. ഓ, ആ പൂ കെട്ടുന്നവളെയാണോ? അവളാണോ മുതലാളിയമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പുച്ഛിച്ച് പെറുപെറുക്കുകയാണ്. അപ്പോഴേക്കും രേവതി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും, എന്താടി നീ എന്താ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്താ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഇത് നിന്റെ സാമ്രാജ്യമാണോ ആണെന്നാണോ? ഒരു മുതലാളിയമ്മ വന്നിരിക്കുന്നു എന്ന് പറയണേ. ഓ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ വന്നത്? ആരാന്നും ചോദിച്ചുകൊണ്ട് രേവതി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അയാളപ്പോൾ പറയുന്നുണ്ട്, അതെ സച്ചി സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നേ. ഓ, അവനാണ് പറഞ്ഞത്. ഒരു മുതലാളിയമ്മയും ഒരു സച്ചി സാറെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പെറുപെറുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ വന്നത്? അതെ, കട്ടിലിനൊരു വല കെട്ടണമെന്ന് സച്ചി സാറ് പറഞ്ഞു, മുതലാളിയമ്മയൊന്ന് കാണിച്ചു തന്നാലെന്ന് പറയണേ. അപ്പോഴേക്കും രേവതിക്കുന്നുണ്ട്, നിങ്ങൾ ആ വിളിയൊന്നും നിർത്താവോന്നേ? അതൊന്നും പാടില്ല, മുതലാളിയമ്മയെന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് സച്ചി സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ രേവതിനെ ഓരോ കാര്യങ്ങൾക്കും മുതലാളിയമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ആ കട്ടിലിനിടാനുള്ള കൊതുകുവല ഉണ്ടല്ലോ, നെറ്റ്, അത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഗിഫ്റ്റ് പാക്കിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു റിബണൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, മുതലാളിയമ്മ തന്നെ ഈ റിബൺ കട്ട് ചെയ്ത് ഇത് ഓപ്പൺ ആക്കണമെന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ പിന്നെ ഇത് വലിയ 2 നില പൂക്കാരിയുടെ വലിയ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് പോലെയാണല്ലോ. ഒരു കൊതുകുവല തുറക്കുന്നതിന് ഒരു മുതലാളിയമ്മയുടെ ഓപ്പണിങ് പോലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഓരോന്ന് അവിടെ കിടന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. രേവതി അപ്പോൾ പറയുന്നുണ്ട്, അതെ ആ കൊതുകുവലയല്ലേ, അത് നിങ്ങൾ തന്നെ റിബണം കഴിച്ചിട്ട് അത് കെട്ടാൻ നോക്കുന്നേ. അയ്യോ അതൊന്നും പറ്റില്ല, മുതലാളിയമ്മ തന്നെ അത് ഓപ്പൺ ചെയ്യണം, ഇല്ലെങ്കിൽ സച്ചി സാറിനെ വഴക്ക് പറയുന്നു പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നിൽക്കുകയാണേ. അങ്ങനെ സഹി കെട്ടിട്ട് രേവതി അതങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ ആ കൊതുകുവലയല്ലേ, ഇനി അത് നിങ്ങൾ കെട്ടിയിട്ട് വേഗം പോകാൻ നോക്കെന്ന് പറയുകയാണേ. ഈ സമയം വർഷ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ രേവതിയെ കാണുന്നു ഹായ് എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുമ്പോഴേക്കാണ് നമ്മുടെ ചന്ദ്രമതി അവിടെ നിൽക്കുന്നത് കാണുന്ന കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഹായ് ഇങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ് വർഷ. അപ്പോഴേക്കും രേവതി ഇങ്ങനെ എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ചന്ദ്രമതി കാണാതെ തന്നെ. എന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആൻറ്റി ഈ വലയൊക്കെ? ഓ അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്, അത് ആ കട്ടിലിന് കൊണ്ടുപോയി കെട്ടാനാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയ തുടക്കം കൊണ്ട് വന്നേക്കാന്ന് പറയാനേ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, ഓൾറെഡി ഈ കട്ടില് തന്നെ ഈ ഹോളിലൊരു വൃത്തികേടാണ്, അതിൻ്റെ കൂടെ ഇതും കൂടി ആൻറ്റി, ഇതൊക്കെ ഒരുപാട് ഡസ്റ്റ് ഒക്കെ പിടിക്കില്ലേ എന്ന് ചോദിക്കുകയാണേ. ഇതുങ്ങളോടൊക്കെ വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ ബുദ്ധിയും വിവരവും ഉള്ളവരോടൊക്കെ പറയണമല്ലോ. ഈ വീടിന്റെ ഐശ്വര്യം തന്നെ കളയാനായിട്ടാണ് 2 എണ്ണം ഉള്ളതെന്നൊക്കെ ചന്ദ്രമതിയും പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെ അതിനകത്തെ പൊടി ഓർത്തിട്ട് ആരും വിഷമിക്കണ്ട, ആ പൊടിയൊക്കെ എനിക്ക് തട്ടിക്കളയാൻ അറിയാന്ന് പറയാണേ. അങ്ങനെ വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഇവരിങ്ങനെ പുതിയത് ഓരോ ദിവസം ഇങ്ങനെ ചെയ്തു വെച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ മറ്റാർക്കും താമസിക്കണ്ടേന്ന് ചോദിക്കുകയാണേ. ഓ അങ്ങനെയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല വർഷേ. ഇവിടെ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിലേ നമ്മൾ വില്ലത്തികളാവും. ഇവിടെ ഉള്ള ഒരു മനുഷ്യന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ലെന്നിങ്ങനെ രവിയെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതിയെ നോക്കിയിട്ട് ഇങ്ങനെ വർഷ ചന്ദ്രമതി കാണാതെ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അവർ പരസ്പരം ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി ഇതൊന്നും കാണുന്നേ ഇല്ലേ.
ഇങ്ങനെ വർഷം ഇങ്ങനെ ടയേർഡായിട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പോഴേക്ക് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി, വർഷയ്ക്ക് പെട്ടെന്നൊരു ചായ എടുക്കാനേ. അതെ, ഇവളുമാർക്കൊന്നും ചായയൊന്നും വെച്ച് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, വേണ്ടവര് തന്നെ വെച്ച് കുടിച്ചോന്ന് രേവതി പറയുക. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, കേട്ടില്ല വർഷേ അവളുടെ അഹങ്കാരം. ഓ, എന്തിനാ ആൻറ്റി ഇനി അവരെയൊന്നും അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കണ്ട. ഒരു ചായയല്ലേ ഞാനിട്ട് കുടിച്ചോളാന്നും പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണും കൈയും ഒക്കെ കാണിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ വർഷ ഇങ്ങനെ രേവതിനെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ വർഷേ, നീയൊന്നും അടുക്കളയിൽ കയറണ്ട, ഒരു ഗ്ലാസ് ചായയല്ലേ അത് ഞാൻ വെച്ച് തന്നോളാന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് അങ്ങ് പോവാണേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചന്ദ്രമതിക്കിട്ട് ഏറ്റവും നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വർഷയും രേവതിയും കൂടിയിട്ട് ഓരോന്ന് ചെയ്യുന്നത്. ചന്ദ്രമതിയാണെങ്കിൽ രേവതിയെ നോക്കിയിട്ട്, നിന്റെ അഹങ്കാരം ഞാൻ തീർത്ത് തന്നോളാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വർഷയ്ക്ക് ചായ വെക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അടുക്കളയിൽ അങ്ങനെ കയറി വലിയ ശീലമൊക്കെ കുറവായിട്ടുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതിക്ക്. ചായ എടുക്കാൻ നേരം നമ്മുടെ ചന്ദ്രമതിയുടെ കൈ പൊള്ളുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ വർഷയെന്നും പറഞ്ഞിട്ട് ചായയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിനും, ആൻറ്റി ഞാൻ മുകളിലേക്ക് കയറി വന്നു, നല്ല തലവേദന, ചായ ഇങ്ങ് കൊണ്ടുപോരാ ആൻറ്റി എന്ന് പറയുകയാണേ. അങ്ങനെ വർഷയാണെങ്കിൽ ചന്ദ്രമതി കയറി വരുന്നത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഡോറിൻ്റെ അവിടെ പമ്മി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി വരുമ്പോഴേക്കും ആ ചായ ക്ലാസ്സിലേക്ക് പോയി ഇങ്ങനെ, ആഹാ ആൻറ്റി വന്നോ, ഞാൻ ഇറങ്ങി വരാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി അങ്ങ് തട്ടുകയാണ്. അപ്പോഴേക്കും ആ ചായയും ഗ്ലാസും കൂടി താഴേക്ക് അങ്ങ് വീണ് പൊട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും, അയ്യോ ആൻറ്റിയുടെ ദേഹത്ത് പറ്റിയോ, അയ്യോ എല്ലാം എനിക്ക് വേണ്ടിയിട്ടാ ആൻറ്റി, എന്തിനാ ഈ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ ആക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ഓടി വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് വർഷ കണ്ണും കൊണ്ട് അങ്ങ് മാറിപ്പോക്കോന്ന് കാണിക്കുകയാണ്. അപ്പോൾ രേവതി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി, അയ്യോ വർഷേ, നീ എനക്ക് വേണ്ടി ഞാൻ ചായ നല്ല ആഗ്രഹിച്ച് ചായ ഇട്ടുകൊണ്ട് വന്നതാ, അത് പോയല്ലോ എന്ന് പറയുകയാണേ. അത് സാരമില്ല ആൻറ്റി, ഞാനെന്നാ പിന്നെ ചായ കുടിച്ചോളാം, അതെ അതങ്ങ് ക്ലീൻ ചെയ്തിട്ട് പൊക്കോ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങ് ഡോറടച്ച് അങ്ങ് കിടക്കുകയാണ് കേട്ടോ, കഥ അടയ്ക്കുകയാണ്. എന്നിട്ട് ഉള്ളിൽ നിന്നിട്ട് ഭയങ്കര ചിരിയാണ്. രേവതിയും ഇത് കാണുമ്പോഴേക്കും പതുക്കെ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ. രേവതിന്ന് ചന്ദ്രമതി വിളിക്കുന്നുണ്ടെങ്കിലും രേവതി അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ അവിടെ പോയിട്ട് ആ ചില്ല് മൊത്തം തൂത്തുവാരി പിന്നീട് തറയൊക്കെ തുടച്ചിടേണ്ട ഒരവസ്ഥയും കൂടെ വരികയാണ് കേട്ടോ. അങ്ങനെ തുടച്ച് തീരാറായെന്ന് കാണുമ്പോഴേക്കും വർഷ പെട്ടെന്ന് ഡോറ് തുറന്നിട്ട്, അയ്യോ ആൻറ്റി, ഞാൻ തലവേദന ആയതുകൊണ്ടാ ഞാൻ തുടച്ച് കളയാം ആൻറ്റി എന്ന് പറയുന്നുണ്ട്. സാരമില്ല വർഷേ, നീ കിടന്നു, ഞാൻ ആൻറ്റി കയ്യിൽ ചില്ലൊന്നും കൊള്ളല്ലേ, ദേ അവിടെയും ഒരു ചില്ലൊക്കെ കിടക്കുന്ന ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിനെ വീണ്ടും തുടപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്കിട്ട് മുട്ടം പണിയുമായിട്ട് നമ്മുടെ രേവതിയും വർഷയും വരുന്ന എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.